ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ രാവിലെ മീൻകാരൻ വന്നപ്പോൾ നെമ്മീനാണ് കൊണ്ടുവന്നത്, ചെറിയ നെമ്മീൻ. അപ്പോൾ ഞാനത് വാങ്ങിച്ചു, 1/2 കിലോയിൽ കൂടുതലുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഒത്തിരി സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിലേക്ക് വേണ്ടി ഞാനൊരു 10 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 4 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ എടുക്കാനുണ്ട്. പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. ഇനിയിപ്പോൾ നമുക്ക് ഈ കറിക്ക് വേണ്ട ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ട പൊടികളാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ആദ്യം നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുവാണേ. ഗ്യാസിൻ്റെ ഫ്ലെയിം തീരെ കുറച്ച് വേണം കേട്ടോ വെക്കാനായിട്ട്. അതുപോലെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ സാദാ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർക്കണേ. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ, ഒരു മുറി തേങ്ങ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിനകത്തോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കും. ഞാൻ 2 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കുടംപുളി 2ആയിട്ട് മുറിച്ചതാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. നമ്മൾ ഈ പൊടികളെല്ലാം ചൂടായത് ഒന്ന് തടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടൊന്ന് ഇളക്കി എടുക്കാവേ. ഒന്ന് നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. ഞാൻ ആ തേങ്ങ ഒരു ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ. ഉലുവ മൂത്ത് വന്നതിലേക്ക് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ചെറിയുള്ളിയും കൂടെ ചേർക്കുക. കൂട്ടത്തിൽ പച്ചമുളകും 2 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കും. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് ഞാനൊരു 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുവാണേ. അത് ഞാൻ ആ മിക്സി കഴുകിയ ജാറിനകത്തേക്കിട്ട് ആ ജാറൊന്ന് കഴുകി കേട്ടോ, വെള്ളം എടുത്തത് അത്ര അരപ്പ് കളയണ്ടല്ലോ എന്ന് കരുതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി തീ കൂട്ടിയിട്ട് ഇതൊന്ന് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കും. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരപ്പ് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വെക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു 2 തണ്ട് കരിവേപ്പില കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഒരു സ്വല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക.
ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കണേ. ഇനിയിപ്പം നമ്മൾ തവി കൊണ്ട് അതിൽ തൊട്ടാൽ ചിലപ്പോൾ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം, എന്നിട്ടേ അത് ഉപയോഗിക്കാവുള്ളൂ. അപ്പോഴേക്കും എരിവും പുളിയും എല്ലാം കഷ്ണത്തിലൊക്കെ പിടിച്ച് ചാറൊക്കെ ഒന്ന് കുറുകി അതൊന്ന് സെറ്റാവും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ നെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് വെച്ച നെമ്മീൻ കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.